പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഗുഡ് മോർണിംഗ്. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പരമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്നത്തെ എല്ലാ വ്യാപാരങ്ങളെയും, വ്യാപാരം വെച്ചാൽ കച്ചവടമല്ല, വിനിമയം, കമ്മ്യൂണിക്കേഷൻ, വ്യാപാരം, ഇടപാടുകൾ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഈ പ്രാർത്ഥനയിലേക്ക് വന്നത് എൻ്റെ തന്നെ ജീവിതത്തിൽ കിട്ടിയ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. രാവിലെ എഴുന്നേറ്റ് എല്ലാം ഫീഡ് ചെയ്ത് ഞാൻ നിങ്ങൾ നേരത്തെ ഒരു ദിവസം പറഞ്ഞായിരുന്നു. ആ ഫീഡിങ് പ്രെയറാണ് ഇന്ന് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് പറ്റുന്ന വേർഷനായിട്ട് മാതാവ് ഇത് ഒക്ടോബർ മാസത്തിൽ മാറ്റി ഒക്ടോബറിൻ്റെ സമ്മാനമാണ് ഇന്നിപ്പോൾ ഒത്തിരി പേര് സാക്ഷ്യം പറയുന്നുണ്ട്. നമ്മുടെ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരും ഈ പ്രാർത്ഥനയുടെ സമയത്ത് അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ ടൈപ്പ് ചെയ്ത് കയറ്റുന്നവരുണ്ടല്ലേ, നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി ഈ നിമിഷം മധ്യസ്ഥം വഹിക്കണമേ. എല്ലാ വിശുദ്ധന്മാരെ, മലക്കന്മാരെ, രക്തസാക്ഷികളെ, സൽപ്രവൃത്തികൾ കൊണ്ട് കർത്താവിൻ്റെ തിരുസ്ഥനിൽ നിൽക്കുന്ന ഭൂമിയിലുള്ള എല്ലാ സുവിശേഷ സാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സൽപ്രവൃത്തികൾ ഞങ്ങൾക്ക് തുണയാകട്ടെ. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വെക്കണമേ. മനസ്സിടിഞ്ഞു പോയ മക്കളുടെ കർത്താവേ, മാനസിക പിരിമുറുക്കം കൊണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാത്തവരുണ്ട് ഈശോയെ. ഇന്നലെ രാത്രി തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് താമസിച്ചവരുണ്ട് ഈശോയെ. ഇന്നലെ ഭാര്യയും ജീവിത പങ്കാളിയുടെ വഴക്കിട്ടവരുണ്ട് ഈശോയെ. അതിൻ്റെ പേര് ഉറങ്ങാതെ കിടന്നവരുണ്ട്. മക്കളുമായിട്ട് വഴക്കിട്ട് മക്കളുടെ ചില ദുർനടപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം കാരണം അവരുടെ പ്രാർത്ഥനാക്കുറവും പിന്നെ അവരുടെ പ്രാർത്ഥനയ്ക്കെതിരെ, ദൈവത്തിനെതിരെ സംസാരിക്കുന്ന കാരണം അതിൻ്റെ ഭാരമൊക്കെ ഏറ്റിട്ട് ഉറങ്ങാൻ പറ്റാതെ പോയ മക്കളുണ്ട്. അങ്ങനെ ഓരോരോ തരം വിഷമതകൾ. Help those who have all kind of troubles.
കർത്താവ് വചനം ഓർക്കുമ്പോൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്കൊരാശ്വാസമുണ്ട്. 1 കൊരിന്ത്യർ 1:4 എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കാൻ, എല്ലാ തരത്തിലും ഭാരപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുന്നവർ ദൈവ തിരുച്ചിത്തമാണെങ്കിൽ കർത്താവ് അതനുസരിച്ച് കൊണ്ട് ഈ പ്രാർത്ഥന കൂടുന്ന, ഡെയിലി ബ്രെഡ് കൂടുന്ന, ഈ അനുഗ്രഹ പ്രാർത്ഥന കൂടുന്ന എല്ലാവരുടെയും എല്ലാ പ്രശ്നങ്ങളെയും നീ കർത്താവ് നീ ഏറ്റെടുക്കണം. യേശുവേ, സുഖം പ്രാപിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചു കർത്താവേ. അതുപോലെ രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്, ഒരു വീട് കിട്ടാൻ ആഗ്രഹമുണ്ട്, കേസ് മാറാൻ ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ ശത്രുത മാറി സമാധാനത്തെ അയൽവാസികളുമായിട്ട് ജീവിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നോബഡി ടു ഹെൽപ്പ് എന്ന് അയാൾ പറയണത്, ആ തവാരോഗി യോഹന്നാൻ 5:7 പറയണത്, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നാണ് പറയണത്. കർത്താവ് ആരുമില്ലാത്തവർക്ക് നീ മാത്രമേ ഉള്ളെന്ന് ഓർക്കണമേ കർത്താവ്. അങ്ങനെയാണല്ലോ കർത്താവ് 38 വർഷത്തിന് ശേഷം ആ മനുഷ്യൻ്റെ അടുത്തേക്ക് നീ വന്നത്. അതുപോലെ കർത്താവ് ഈ പ്രാർത്ഥന കൂടി ആരുമില്ല സഹായിക്കാൻ. കർത്താവ് ചില കാര്യങ്ങൾക്ക് ചിലരുണ്ട്, പക്ഷെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരും ഇല്ല. അതാണ് നമ്മുടെ അവസ്ഥ, അതാണ് ദൈവത്തിൻ്റെ സ്പേസ്. എല്ലാ കാര്യങ്ങൾക്കും ദൈവം മാത്രമേ ഉള്ളൂ. അത് കണ്ട കർത്താവ് മനസ്സിലാക്കാനും തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആ സ്പേസിലേക്ക് നിന്റെ തിരുസിനെ സമർപ്പിതരാകാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ജീവിത ഭാരങ്ങളെ, ജീവിത വിനിമയങ്ങളെ, സഞ്ചാരങ്ങളെ, സംസർഗങ്ങളെ, സംബന്ധങ്ങളെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ദൈവത്തിൻ്റെ ഉന്നതമായ നാമത്തിലെ നിങ്ങളുടെ രോഗങ്ങളും ഭാരങ്ങളും ക്ലേശങ്ങളും നിങ്ങൾക്ക് പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കുറേ മാസങ്ങളായി, കുറേ വർഷങ്ങളായി, കുറേ ദിവസങ്ങളായി നമുക്ക് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ പറ്റണില്ല, ആ പറമ്പിലൊന്ന് പോകാൻ പറ്റണില്ല, ആ വ്യക്തിയെ ഒന്ന് കാണാൻ പറ്റണില്ല, ആ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റണില്ല, ആ റെക്കോർഡൊന്ന് പൂരിപ്പിക്കാൻ പറ്റണില്ല, ആ പ്രോജക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇങ്ങനെ ഓരോരോ തടസ്സങ്ങൾ കൊണ്ട് കൈയും കാലും കാണാത്ത കയറ് കൊണ്ട് കെട്ടിയ പോലെ ബന്ധിക്കപ്പെട്ട എല്ലാ മനുഷ്യരും യേശുക്രിസ്തുവിന്റെ ഉന്നതമായ ഉദ്ധാനത്തിന്റെ ഉന്നതമായ നാമത്തിൽ മാരക തടസ്സങ്ങളും ദോഷങ്ങളും അതെല്ലാ ബന്ധനങ്ങളും യേശുനാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. അമ്മ മാതാവിന്റെ മധ്യസ്ഥ പ്രാർത്ഥിക്കുന്നു. ആമേൻ. സങ്കീർത്തനം 110:1 വായിക്കും. ഇന്നത്തെ ഡെയിലി ബ്രെഡ് അതാണ്. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. എന്റെ പ്രിയപ്പെട്ട, ഇതിനൊരു വിഷയം എന്തറിയാവോ? ഞാൻ ഈ പ്രാർത്ഥന ഇപ്പൊ പറയാൻ കാര്യമേ, ഈ പുതിയ നിയമത്തിലും പഴയ നിയമത്തിലും, പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്യപ്പെടുന്ന പഴയ നിയമത്തിലെ വെളിപ്പാടുണ്ട്. അത് ഭയങ്കര കൺകറൻസ് ആണത്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് പുതിയ നിയമത്തിലേക്ക് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അങ്ങനെ പറഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. പഴയ നിയമത്തിൽ നിന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യും, പുതിയ നിയമത്തിൽ പേസ്റ്റ് ചെയ്യും. അപ്പോൾ എന്തുമാത്രം സീരിയസ് ആയിരിക്കും വചനങ്ങൾ. നമുക്ക് നടപടി 2:35 വയസ്സ് കട്ട് ആൻഡ് പേസ്റ്റ് വചനങ്ങൾ. കർത്താവ് എന്റെ കർത്താവിനോട് അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവുക. അതെ, ഈ വചനമേ ഒരു ജനകോടികളുടെ ജന്മാന്തരങ്ങളുടെ ജീവിതാനുഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കട്ടാപ്പീസ് വരണത്. ഇത് ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മനുഷ്യനെ കണ്ടുമുട്ടിയാൽ നമുക്ക് കൃപാസനത്തിൽ സാക്ഷ്യം പറഞ്ഞാലാണ് സോനു വർഗീസിന്റെ പ്രശ്നം. പുള്ളി ഒരു 3 ലക്ഷം രൂപ ഒരുത്തനോട് കടം വാങ്ങി. ഓരോ ഇഷ്യൂ എന്നതേ, ആ മനുഷ്യൻ കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം കൊടുത്ത ചെക്കിൽ 3 ലക്ഷത്തിന് പകരം 10 ലക്ഷമാക്കി അദ്ദേഹം കേസിന് പോയി. അപ്പോൾ നോക്കി എന്തുമാത്രം ആൾക്കാർക്ക് എന്തുമാത്രം അത് ഈ ബ്ലാങ്ക് ചെക്കൊക്കെ കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. കാര്യം നമ്മുടെ കിഡ്നി കൊടുത്താലും ചെറിയ വിലക്ക് അതിനെ വില പറഞ്ഞിട്ട് കുറച്ച് വാങ്ങിക്കാനുള്ള അർത്ഥിയുള്ള മനുഷ്യർക്കുണ്ട് ഈ ലോകത്ത്. അതുകൊണ്ടാണ് ഈശോ എപ്പോഴും പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറയുകയും അത് പ്രൊട്ടക്ഷൻ പ്രെയർ വേണം. നമുക്ക് എപ്പോഴും നമ്മൾ ലാറ്റിൻ കുർബാനയിലെ ഒരു പ്രാർത്ഥനയുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കർത്താവ് എല്ലാ തിന്മകളും നിങ്ങളെ മോചിക്കണമേ, ഈ കാലയളവിൽ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ, പാപത്തിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും വേണ്ട ഞങ്ങളെപ്പോഴും കാരുണ്യപൂർവ്വം കാത്തുകൊള്ളണമേ. നിത്യസൗഭാഗ്യവും രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ പുനരാഗമനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഡെലിവറൻസാണ്, അതേസമയം പ്രൊട്ടക്ഷനാണ്. കാര്യം എവിടെ നിങ്ങൾ ഈ കുർബാനയുടെ ഈ ഭാഗം ഒന്ന് കാണാൻ പഠിച്ചു, അച്ഛൻ്റെ ഇത് കാണാൻ പഠിക്കണം നല്ലതായി കേട്ടാ. ഭയങ്കര ഞാൻ ഇടയ്ക്ക് ഒറ്റയ്ക്കിരുന്ന് വിഷമം വരുമ്പോൾ ചിലരുടെ പ്രാർത്ഥനയാണ്. എന്താണ്, എന്തെങ്കിലും ഒരു സാധനം ഫേസ് ചെയ്യാൻ പോകുമ്പോഴും അല്ലെങ്കിൽ അത് ഏടാകൂടെ ആകുമോ എന്ന് നമുക്ക് മനസ്സിൽ പരിശുദ്ധാത്മാവ് ഒരു ബസറടിച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും, കർത്താവേ എല്ലാ തിന്മകളും നിങ്ങൾ മോചിക്കണമേ.
കാര്യം ഇതുപോലെ നമ്മൾ ബ്ലാങ്ക് ചെക്കപ്പെടും, അത് തിന്മയാണ്. ശരിക്കും പറഞ്ഞത് നമുക്ക് വരാൻ പോണ തിന്മയാണ്. എന്നിട്ട് ഈ മനുഷ്യൻ പറയണേ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഞാൻ ആ നാടകശാലയുടെ അടുത്താണ് നിന്നിരുന്നത്. നാടകശാല എന്ന് പറയുമ്പോഴേ നമ്മൾ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ കൃപാസനത്തിൻ്റെ ആദ്യം പണ്ട്, ഇപ്പം നമ്മൾ കൃപാസനത്തിന് സ്കൂൾ ഓഫ് ഫോക്ക് ആർട്സ് വേറെ ചെയ്ത കാരണം ഈ സ്റ്റേജാണ് നമ്മളിപ്പോൾ ഉടമ്പടിക്ക് ഉപയോഗിക്കുക. ഉടമ്പടി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലമില്ല, അത് സ്റ്റേജാണ്. അങ്ങനെ പുള്ളി നാടകശാല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ നാടകശാലയുടെ അവിടെ നിൽക്കിയിരുന്നു. സാധാരണ കൃപാസനത്തിൽ നിന്ന് അവിടെയാണ് നിൽക്കുന്നത്. പെട്ടെന്ന് എനിക്ക് തോന്നി കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന് ഈ അനുദിന ബലികളിലൊക്കെ സജീവമായി പങ്കെടുത്ത് കുമ്പസാരിച്ച് പരിശുദ്ധ കുർബാന സ്വീകരിക്കണം. അപ്പം എന്താണ്, കർത്താവ് നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തേക്കുക. നമ്മൾ ദൈവത്തിൻ്റെ വലതുവശത്തേക്ക് ഇരിക്കുമ്പോൾ, ഉടമ്പടിയുടെ ഏറ്റവും വലിയ സംഭവം തന്നെയാണ് വലതുവശത്തേക്ക് ഇരിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ. ആ ദൈവത്തെ വലതുവശിക്കുമ്പോൾ ദൈവമാണ് നമ്മുടെ ശത്രുക്കളെ നമ്മുടെ പാദപീഠത്തിൽ കൊണ്ടുവരുന്നത്. ഈ മനുഷ്യൻ ചെന്ന് ഈ കേസായി അവസാനം ഒരു അദാലത്തായി അവസാനത്തെ ഒരു പോലീസുകാരനെ കണ്ടാൽ ഇത് തീരുമെന്ന്, ഒരു പോലീസ് ഓഫീസറിനെ കണ്ടാൽ തീരുമെന്ന് ഇയാളുടെ കൂട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ആ പോലീസ് ഓഫീസർ ഭയങ്കര വലിയ മനുഷ്യനാണ്, അങ്ങനെ അടുത്ത് ചെല്ലാൻ പറ്റത്തില്ല നമുക്ക് സാധാരണ മനുഷ്യർക്ക്. അപ്പോൾ ഇങ്ങനെ ആര് കൊണ്ടുപോകും, എന്നെ ആരും ഇല്ല എന്ന് പറയും. പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ, ഇത് പോലീസ് കേസായി കഴിഞ്ഞപ്പോൾ ഇവർ പോലീസുകാരൻ തന്നെ ഇതിൻ്റെ ഒരു കോംപ്രമൈസ് ടോക്കന് ഈ വലിയ ഓഫീസിൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോഴാണ് ഈ മനുഷ്യൻ ഞെട്ടിപ്പോണത്. ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളുടെ അടുത്ത് കർത്താവ് തന്നെ എന്നെ പിടിച്ചോണ്ട് വന്നില്ല എന്ന് പറഞ്ഞു. ആ ഓഫീസർമാർ ചോദിച്ച് ആ വലിയ ഓഫീസർ ഇയാളോട് ചോദിച്ച് ഈ 3 ലക്ഷം 10 ലക്ഷം ആക്കിട്ട് ചോദിച്ച്, നിനക്ക് നാണം ഉണ്ടാടാ, വേറെ എടുത്ത് തിന്നാൻ പാടില്ലടാന്ന് ചോദിച്ചു. അതോടുകൂടി ഇവൻ ഉരുകിപ്പോയി. പെട്ടെന്ന് സംഭവം സെറ്റായി. കാര്യം ഇത് നീ പലിശക്ക് കൊടുത്തു എന്നൊരു തെളിവായില്ലേ, നിന്നെ ഞാൻ പിടിച്ചകത്തിടുമെന്ന് പറഞ്ഞു. പലിശക്ക് കൊടുത്തതും തെറ്റല്ലേ, പലിശ കൊടുത്തതും തെറ്റല്ലേ. അപ്പം അത് നിന്നെ പിടിച്ച് അകത്തിടുമെന്ന് പറയപ്പെടില്ല. സംഗതി ശിവായിപ്പോയി. എന്താ തരം കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറായി. ഇതെല്ലാവർക്കും ഒരു ഓർമ്മ വേണം കേട്ടോ. ഇത് അതായത് ഇതുപോലെ ഇങ്ങനെ നമ്മുടെ ലൈഫ്, അതായത് എന്താണ്, പെരക്കത്തി പിടിക്കും വാഴ വെട്ടണ പോലെ ഇങ്ങനെ ഒത്തിരിയേറെ ചൂഷകരും തിന്മകളും ഉണ്ട്. അവർക്കത് ഇടം വരെ നോക്കത്തില്ല. ആർത്തിപ്പണ്ടാരങ്ങൾ എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ കാര്യമാണ് നടക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, അനുഭവിക്കാൻ ഒരിക്കലും അവരുടെ മക്കൾ അനുഭവിക്കത്തില്ല. ഞാനാണെങ്കിൽ ഒരു 1700 പിണമെടുത്തിട്ടുണ്ട്, മരിച്ചടക്കം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ചില മരിച്ചടക്കിൻ്റെ മുമ്പൊക്കെ നമ്മൾ പോയി ഉടുക്കത്തൊക്കെ കൊടുത്ത് അവരെ കുമ്പസാരത്തൊക്കെ ഒരുക്കുമ്പോഴൊക്കെ ചിലവന്മാരുടെ ജീവിതമൊക്കെ എനിക്ക് നല്ലവണ്ണം നേരത്തെ അറിയാവുന്നതായിരിക്കും. അവിടെയൊക്കെ അന്ത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല, അവർ ഒന്നൊന്നര അന്ത്യമായിരിക്കും. വെറുതെ വന്ന് ദൈവത്തിൻ്റെ അടുത്ത് അഭ്യാസം കാണിച്ച് മനുഷ്യത്വരഹിതമായിട്ട് ആർക്കും ഇവിടെ എന്ത് ചെയ്യാമെന്നൊന്നും നടക്കത്തില്ല. ഇത് വെള്ളരിക്കപ്പെട്ടൊന്നുമല്ല, ഇതെല്ലാം ദൈവത്തിൻ്റെ നീതിയിലാണ് നടക്കുന്നത്. നമ്മുടെ കൈ കറയില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ദൈവം നോക്കും. അതാണ് പറയണത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുകയുള്ളൂ, നീ എൻ്റെ വലവശത്തിരിക്കും. നമ്മുടെ ഡ്യൂട്ടി ഇത്രയേ ഉള്ളൂ. നമുക്ക് ശത്രുക്കളായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, അത് കൈകാര്യം ചെയ്യാൻ വേറെ ആളുണ്ട്. പക്ഷെ നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മളവൻ്റെ വലവശത്ത് നിൽക്കണം, കർത്താവിൻ്റെ വചനം കേൾക്കണം, വചനത്തിൽ ജീവിക്കണം, വചനം കൈകാര്യം ചെയ്യണം, വചനത്തിന് സാക്ഷിയാകണം. അങ്ങനെ എല്ലാ ശത്രുക്കളെയും കർത്താവിനെ നിന്റെ പാദപീഠമാക്കാനുള്ള സമയം അനുഭവിച്ചുകൊണ്ട് വിശുദ്ധിയിലേക്കും സുവിശേഷത്തിലേക്കും സാക്ഷ്യത്തിലേക്കും സാക്ഷ്യ ജീവിതത്തിലേക്കും വരാം. ഈ ദിവസം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും കാര്യങ്ങൾ തീർന്നു പോയാൽ, ജോലി, വീട്, വിവാഹം, പണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്സാഹം, നിങ്ങൾക്ക് ബോറടിക്കണമെന്ന് പറഞ്ഞില്ലേ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സമാധാനം തീർന്നു പോകാൻ സാധ്യതയുണ്ട്. ഈ ഫിസിക്കാലിറ്റി മെയിൻ്റനൻസിനുള്ള എല്ലാ സാധനങ്ങളുടെ കുഴപ്പം തീർന്നു പോകുന്നുള്ളതാണ്. എന്തായാലും നിങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് പണം ഉണ്ടാകാം, ജോലി ഉണ്ടാകാം, നല്ല കാശ് പ്രൊമോഷൻ ഉണ്ടാകാം, മക്കളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇതൊക്കെ എല്ലാം ഉണ്ടെങ്കിലും യു ഡോണ്ട് ഫീൽ ഇഫ് യു ആർ ഡൂയിങ് ആസ് ഇഫ് ഇറ്റ്സ് ദെയർ ഇസ് നത്തിങ്. നിങ്ങൾക്ക് ഒന്നുമില്ലാത്ത പോലെ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ എന്തോ തീർന്നു പോയിട്ടുണ്ട്. എന്താ തീർന്നത്? പരിശുദ്ധാത്മാവാണ് തീർന്നിരിക്കുന്നത്. അപ്പനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, ജോലിയുണ്ട്, പണമുണ്ട്, പ്രൊമോഷനുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. പരിശുദ്ധാത്മാവ് മാത്രമേ ഇല്ല. അപ്പോഴെല്ലാം തീർന്ന പോലെയാവും. കാര്യം എന്താണ്? അനുഭവിക്കാൻ യോഗ്യതയില്ല. അനുഗ്രഹമുണ്ട്, പക്ഷേ അനുഭവിക്കാൻ യോഗ്യതയില്ല. ദിസ് ഈസ് അവർ മെയിൻ സബ്ജക്റ്റ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ടായാലും അതിൻ്റെ കൂടെ പരിശുദ്ധാത്മാവ് കൂടി നിർബന്ധമായിട്ട് വേണം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൊണ്ട് ഇപ്പോൾ 4:13 യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 4:13
ഈ വെള്ളം കുടിക്കണവൻ ഇനിയും ദാഹിക്കും. ആരോട് പറഞ്ഞാണ് ഈശോ? പാപിനിയായ സ്ത്രീയോട് പറഞ്ഞതാണ് അല്ലേ? എന്താ പറഞ്ഞത്? സമറിയക്കാരോട് പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? ഈ വെള്ളം കുടിക്കണവനെ ഇനിയും ദാഹിക്കും. പഞ്ചഭർത്താക്കന്മാരൊക്കെ വെച്ച് ജീവിക്കുന്ന കക്ഷിയാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഒരു ദാഹം ഉള്ളിലുണ്ടാവും എപ്പോഴും. ഒരു ബോറടിക്കും. ദാഹം എന്ന് പറയുമ്പോൾ ദാഹം തന്നെയാണല്ലോ. ഇപ്പം നമുക്ക് ഈ മക്കളുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, ജോലിയുണ്ട്, വീടുണ്ട്, സ്ഥലങ്ങളുണ്ട്, പേരുണ്ട്, പെരുമയുണ്ട്. അപ്പോൾ സംതിങ് മിസ്സിങ്. ഇതിൻ്റെയൊക്കെ ഒരു തക്കതായ ഫലം നമുക്ക് കിട്ടണില്ല. ഇതിൽ നിന്നല്ല നമുക്ക് ഇപ്പോൾ നമ്മൾ തെങ്ങ് വെച്ച് അതിന്മേൽ തേങ്ങ ഉണ്ടായി, അത് നമ്മുടെ പെടലിക്ക് വന്ന് വീണാൽ എന്ത് ചെയ്യും? ചത്തുപോകും നമ്മൾ. തെങ്ങുണ്ട്, തേങ്ങ ഉണ്ടെന്നൊരു കാര്യമുണ്ടോ? തലയിൽ വന്ന് വീണാൽ എന്ത് ചെയ്യും? മക്കളുണ്ട്, തേങ്ങ തലയിൽ വീണ പോലെ ഇരുന്നാൽ എന്ത് ചെയ്യും? ചിലവരൊക്കെ മക്കൾക്ക് ഭയങ്കര സ്നേഹമാണ് നമ്മളോടെ. എനിക്ക് ശരിക്കും പറഞ്ഞ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ, എന്നാലും ഞാൻ ഈ മാതാപിതാക്കന്മാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് ഈ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള പെൺപിള്ളേർ അല്ലെങ്കിൽ 20-21 ചിലരുണ്ടല്ലോ, എല്ലാവരും അല്ല, ഇതേകാരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് നോക്കൊണ്ടിനെ അതല്ല, ചിലരുമല്ല, ചിലർക്ക് പണ്ടാര സ്നേഹമാണ് മാതാപിതാക്കന്മാരോട്. എപ്പോഴും അല്ല, ചില സമയത്ത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവമേ ഉടമ്പടി തന്നെ ഫലമായി, അവൾ മോന്തം കയറ്റി നടന്ന് അവൾക്ക് ഇപ്പോൾ ഭയങ്കര സ്നേഹം, പഞ്ചാര സ്നേഹമാണെന്ന്. ദൈവം ഇങ്ങനെ പ്രവർത്തിക്കുമെന്നൊക്കെ വിചാരിക്കും നമ്മൾ. ശരിയാണ്. ആ സ്നേഹം കഴിഞ്ഞ് അപ്പം ഇപ്പോൾ ഡാഡിയും മമ്മിയും ഉറങ്ങാൻ നേരത്ത് ഡാഡിക്ക് കിസ് കൊടുക്കണം, അമ്മയ്ക്ക് കിസ് കൊടുക്കണം, ആകെപ്പാടെ ഒരു പെരളിയാണ്. ആങ്ങളമാരോട് എന്തൊരു സ്നേഹം. ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ സ്നേഹത്തിൽ അങ്ങനെ ആ ഒരു ലെവലിൽ അങ്ങോട്ട് പോകണേ കുടുംബം. പക്ഷേ 6 മാസം കഴിയുമ്പോൾ അവളെ കാണാനില്ല. അതല്ലേ പ്രശ്നം. അവളെ കാണാനില്ല. അവളെ കഴിയുമ്പോൾ തുറന്നു നോക്കിയപ്പോൾ പെട്ടിയിലെ പ്രമാണവും കാണാനില്ല. അത് പോയി. അത് സ്വഹ. ഇവൾ ഈ ആരാണ്ടോടെ കമ്പനി വെച്ചിട്ടേ ആ സംഭവത്തിന് ഇവർക്ക് പിടികൊടുക്കാത്ത രീതിയിൽ അവൾ തന്ത്രപരമായിട്ട് നിൽക്കരുന്നു ഇതിനകത്ത്. എന്നിട്ട് ഈ പ്രമാണം എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്, 3 ഏക്കറിൻ്റെ പ്രമാണം. അവനും അവളായിട്ട് നാട് കിടന്നിരിക്കുകയാണ്. എത്ര കുടുംബമുണ്ടെന്ന് അറിയാമോ? ഞാൻ സ്ഥലങ്ങളൊന്നും പറയണില്ല. അപ്പം നമ്മൾക്കിതെല്ലാം സംഭവങ്ങളുണ്ട്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന് കർത്താവ് ചോദിച്ചില്ലേ? നമുക്കതൊരു ചോദ്യമാണ്, എന്നും ചോദ്യമാണ്. ഞാനതാണ് നോക്കിയത്. ആ വചനം മനസ്സിൽ വന്നപ്പോൾ നോക്കിയതാണ്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകുമെന്ന്. ഒരുക്കി വെച്ചതുകൊണ്ട് മാത്രമല്ല, അതൊക്കെ അനുഗ്രഹമാണ്. അനുഭവിക്കാനുള്ള യോഗ്യത കർത്താവിൻ്റെ ചോദ്യമാണ്. നീ ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകും? വല്ല ബംഗാളിയുടേതാകുമെന്നാണ് ചോദിക്കണത്. ഇതാണ് വിഷയം വേണ്ടത്. കാര്യം എന്താ? നീ അന്നത്തെ കൈ കാലോട്ട് അടിക്കേണ്ട കാര്യമില്ല. നീ ഇവളെ എൻട്രൻസ് വിട്ടിട്ട് പിന്നെ അവളോട് വിളിച്ചു ചോദിക്കുന്നു. അമേരിക്ക, കാനഡയിലൊക്കെ എല്ലായിടത്തും വിട്ടിരിക്കല്ലേ ആളാ. വിട്ടിട്ട് നീ വിളിക്കണത് എന്താണ്? വിളിച്ചു ചോദിക്കുമല്ലോ ഉടനെ. ഓരോ മാസം വിളിച്ചു ചോദിക്കും, എന്താ ശമ്പളം, സാലറി എന്താണ്, ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നിട്ടുണ്ടോ? പിന്നെ നിൻ്റെ എഡ്യൂക്കേഷൻ ലോണുണ്ട്, പിന്നെ പെങ്ങളെ കെട്ടിച്ച വീട്ടിൽ അവിടെ അവൾക്ക് കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടില്ല. ഇങ്ങനെ ഓരോ മാസം വിളിക്കുമ്പോൾ ഓരോ വയ്യാവേലി അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവൻ പറയും ശമ്പളം കിട്ടിയിട്ടില്ല അമ്മേ, അങ്ങനെയാണ് എന്നൊക്കെ. അല്ലെങ്കിൽ അവൾ പറയും ഞങ്ങൾക്ക് പരീക്ഷയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അവൾ പറയും. പക്ഷേ ഒരിക്കലും നീ ഇന്ന് ഞായറാഴ്ചയാണല്ല, നീ ഇന്ന് കുർബാനയ്ക്ക് പോയോ, ഇന്നലെ സന്ധ്യപ്രാർത്ഥന ചൊല്ലിയോ എന്ന് അമ്മ ചോദിക്കത്തില്ല. അവിടെയാണ് പണി കിട്ടുന്നത്. കാര്യം നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇവളെ പഠിപ്പിച്ചിരിക്കുന്നത്. എൻട്രൻസിന് വിട്ടപ്പോഴും ഞായറാഴ്ച കുർബാന മുടങ്ങിയല്ല. വീട്ടിൽ മര്യാദയ്ക്ക് കാറ്റീസൊക്കെ നിന്നുകൊണ്ട് പോയിരുന്ന ആളാണ്. എൻട്രൻസിന് ആരും പോകാതെ ഒന്നും ഇരുന്നിട്ടില്ല, പോയിട്ടുണ്ട്. പക്ഷേ മക്കൾ ദൈവത്തിൻ്റെ കൂടെയാണ്. ഈശോ ആദ്യമേ പറഞ്ഞായിരുന്നു, എന്താണ്? എന്നോട് കൂടെ ശേഖരിക്കാത്തവരെ ചിതറിച്ച് കളയുന്നു. ശേഖരിക്കണേ കുഴപ്പമില്ല, പക്ഷെ അത് ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം. ശേഖരിക്കണേ കുഴപ്പമില്ല, ലക്ഷങ്ങളോ കോടികളോ നിങ്ങൾ ഉണ്ടാക്കിയോ, പക്ഷേ ദൈവത്തിൻ്റെ കൂടെ ശേഖരിക്കണം. ഒരിക്കൽ ശിവകാശി ചെന്ന് അവിടെ ചെന്നപ്പോൾ ഒരു കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. ഞാനത് കഴിഞ്ഞിട്ട് ചെന്നൈയിൽ ചെന്ന് അവിടെയും കേരളക്കാരൻ്റെ ചിട്ടിക്കമ്പനി. കണ്ണൂർ ചെന്ന് അവിടെ ഈ ചിട്ടിക്കമ്പനി തന്നെ. പിന്നെ കേട്ട് പുള്ളി ഡൽഹിയിൽ 14 നിലയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു. ഇതൊക്കെ ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളാണിത്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ദൈവത്തെ മറന്ന് നിങ്ങൾ എന്ത് ശേഖരിച്ചാലും അതിൻ്റെ അകത്ത് ഒരു പോർഷൻ കർത്താവിൻ്റെ ഒരു ഷെയർ അവിടെ ഉണ്ടാകണം. കർത്താവ് ഷെയർ ഉണ്ടായ പോലെ കർത്താവും കൂടി ഉണ്ടാകണം. എന്താ വെച്ചാൽ ധൂർത്തപുത്രന് പറ്റിയ അബദ്ധം അതാണേ. ധൂർത്തപുത്രന് പറ്റില്ലേ? അവൻ ശേഖരിച്ച് അവനെന്താ പറഞ്ഞത്? എനിക്ക് തരാനുള്ളത് ഇങ്ങോട്ട് തന്നേക്കാൻ പറഞ്ഞേ. അവൻ ബൈബിള് പിന്നെ കർത്താവാണ് കഥ പറഞ്ഞത് കൊണ്ടാണ് അവൻ തന്തൊക്കെ വിളിച്ച് കളയുമോ ചിലപ്പോൾ. ഈ അപ്പനിടയ്ക്ക് ചിലപ്പോൾ തോന്നിവാസം പറഞ്ഞിട്ടായിരിക്കാം, ഭീഷണിപ്പെടുത്തിയായിരിക്കും കാശ് വാങ്ങിച്ചിരിക്കണത് ഓഹരി. അല്ലെങ്കിൽ അപ്പൻ അപ്പം തന്നെ അർത്ഥം കൊടുത്തു കൊടുക്കുന്ന കാര്യമാണ്. ഓഹരി ചോദിച്ചു, അപ്പം തന്നെ അപ്പൻ ആ ഓഹരി കൊടുത്തതാണ്. അപ്പം തന്നെ കൊടുക്കണമെങ്കിൽ മിക്കവാറും അവൻ നിക്കറൊക്കെ കാണിച്ച് മുണ്ടൊക്കെ മുടക്കി കൊടുത്ത് തലയിലൊക്കെ കെട്ടി കത്തി കാണിച്ച് കാണും മിക്കവാറും അവൻ. അല്ലെങ്കിൽ പിന്നെ അപ്പം തന്നെ കൊടുക്കണം എങ്ങനെയാണ്? അല്ലെങ്കിൽ അപ്പന്മാർ പിടിച്ച് നിർത്തത്തില്ല, അവിടെ നിൽക്കണമേനെ ഇവൻ്റെ മുത്തൻ്റെ കല്യാണം കഴിയട്ടെ, അവനൊന്ന് പറഞ്ഞ് വിടട്ടെ, അത് കഴിയുമ്പോൾ നിനക്ക് തരാമെന്നൊക്കെ പറയത്തുള്ളൂ. അതിന് സമയം കൊടുത്തില്ല, അപ്പന് സമയം കൊടുത്തില്ല. അത്ര പരിപാടി അവൻ കാണിച്ചിട്ടുണ്ട്. കിട്ടിയ പടം കിട്ടി അവന് അതും കൊണ്ട് സ്റ്റാൻഡ് വിട്ട് പോയി.
എന്തുകൊണ്ടാണ്? അവനെന്താണ് അതിൻ്റെ അകത്ത് അവൻ്റെ സ്വത്തിൽ കർത്താവ് കക്ഷിയല്ല. അതാണ് ഈശോ പറയണത്. എന്നോട് കൂടെ അല്ല ശേഖരിക്കാത്തവൻ, ആ സ്വത്തിലെ കർത്താവ് കക്ഷിയല്ല. നിൻ്റെ സ്വത്തിലും നിൻ്റെ സൗന്ദര്യത്തിലാണെങ്കിൽ പോലും കർത്താവ് കക്ഷിയാകണം. നിൻ്റെ സൗന്ദര്യത്തിൽ നീ ഇപ്പോൾ ബ്യൂട്ടി പാർലറിൽ പോയി 46,000 രൂപയ്ക്ക് മുഖത്തിൽ സംഭവം എഴുതിക്കൊണ്ട് വന്നാലും മുതുകത്ത് മുഴുവൻ ടാറ്റു ഇപ്പോൾ എവിടെയൊക്കെയാണ് ആൾക്കാർ കുത്തണം, ഞാൻ ഒന്നും പറയണില്ല. അതിനൊക്കെ 6,000 12,000 രൂപ വയ്ക്കുമ്പോൾ നിൻ്റെ സൗന്ദര്യ വർദ്ധനയ്ക്ക് കർത്താവ് അവിടെ കക്ഷിയല്ല. നിൻ്റെ ടാറ്റു നിൻ്റെ സ്വകാര്യ ഭാഗത്ത് കുത്തുന്നിടത്ത് എവിടെയാണ് കർത്താവ് കക്ഷി? അത് ആർക്ക് വേണ്ടിയാണ് കുത്തണത്? അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ സൗന്ദര്യ വർധന വിഷയത്തിൽ പോലും കർത്താവ് കക്ഷിയാകണമെന്നാണ് ബൈബിൾ പറയണത്. സൗന്ദര്യം വേണ്ടെന്നല്ല ഈശോ പറഞ്ഞത്. സൗന്ദര്യം ആവശ്യം തന്നിട്ടുണ്ട്, അത് മെയിൻറ്റെയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ ചില സൗന്ദര്യമുള്ള പെണ്ണുങ്ങളെ ചിലർക്ക് ഇഷ്ടപ്പെടുന്നതും ചിലർക്ക് ഇഷ്ടപ്പെടാത്തതും, സൗന്ദര്യ പുരുഷനെ ചില പെണ്ണുങ്ങൾക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടാത്തത് എന്താണ്? അവന് തക്ക ആൾ വരുമ്പോൾ ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ അർത്ഥം. എല്ലാവർക്കും സൗന്ദര്യം ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. നമുക്കെൻ്റെ കോൺഫിഡൻസ്, വേറെ ആരാണ്ടിൻ്റെ സൗന്ദര്യം കണ്ടിട്ടല്ലേ നമുക്ക് കോൺഫിഡൻസ് പോണത്. ദൈവത്തിന് നിങ്ങളെ കണ്ടിട്ട് കോൺഫിഡൻസ് പോയിട്ടില്ലല്ലോ, പോയിട്ടില്ല. എന്താ കാര്യം? അതുകൊണ്ടാണ് നിന്നെ ഇഷ്ടപ്പെടുന്ന ഒരാൾ വരണം. അതിൻ്റെ കാര്യം അതാണ്. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിന്നെ ഇഷ്ടപ്പെടാൻ പറ്റുന്ന സൗന്ദര്യം ആ പാസ്വേഡുള്ള ആൾ വരും. അതാണ് എൻ്റെ വിഷയം. അപ്പം അതുകൊണ്ട് ആവശ്യമില്ലാത്ത കോംപ്ലക്സ് മറ്റുള്ളവരെ കണ്ടിട്ട് നീ കൊണ്ടുപോയി കർത്താവിനെ കക്ഷി ചേർക്കാത്ത സൗന്ദര്യത്തിൽ പോലും നീ ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് കർത്താവിൻ്റെ വചനം പറയണത്. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. അതായത് 12:30 മത്തായി ശ്ലീഹായുടെ സുവിശേഷം എന്താ പറയണത്? ഏറ്റു പറഞ്ഞ് എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. അതാണ് പ്രോബ്ലം. എന്നോട് കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ എക്സ്ട്രാ ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലത്തില്ല. കുറച്ച് കർത്താവിൻ്റെ കൂടെ, ഒരു കാല് കർത്താവിൻ്റെ അടുത്തും ഒരു കാല് സത്താവിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല. അതായത് എന്നോട് കൂടി അല്ലാത്തവൻ എൻ്റെ എതിരാളിയാണ്. എൻ്റെ എതിരാളി വെച്ചാൽ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പരിശുദ്ധാത്മാവിനാനല്ല നയിക്കപ്പെടുന്നതെങ്കിൽ ഇപ്സോഫത്ത് വിൽ ബി ഗൈഡഡ് ബൈ ദ ഈവിൾ സ്പിരിറ്റ്. നീ കർത്താവിൻ്റെ ആത്മാവിൽ അല്ല നയിക്കപ്പെടുന്നെങ്കിൽ പിന്നെ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ്, ഒരു സീറോ ആയിട്ടുള്ള ചാർജ് അല്ലത്. നീ കർത്താവിൻ്റെ കൂടെ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ ഈവിൾ സ്പിരിറ്റിൻ്റെ കൂടെയാണ്. അതാണ് 12:30. മറന്നു പോകരുത്. എന്താണ് മത്തായി ശ്ലീഹ സുവിശേഷം 12:30 വായിച്ചോളൂ. എന്നോട് കൂടെ അല്ലാത്തവൻ എന്നോട് കൂടെ അല്ലാത്തവൻ എന്താ പറഞ്ഞേ? എന്നോട് കൂടെ അല്ലാത്തവൻ എന്റെ എതിരാളിയാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. ദൂർത്തപുത്രൻ അതാണ് ചെയ്തത്. 12:31 എന്നോട് കൂടി. അപ്പോൾ എന്ത് ശേഖരിച്ചാലും കർത്താവിൻ്റെ കൂടെ ശേഖരിക്കണം, അല്ലെങ്കിൽ എന്ത് വരും? ചിതറിപ്പോകും എന്നാണ് പറയണത്. ചിതറിപ്പോകും. അത് കറക്റ്റല്ലേ? ചില ആൾക്കാർക്ക് പണം ഉണ്ടെങ്കിൽ പിന്നെ കുർബാന എന്ത് ഇപ്പോൾ ആൾക്കാർ തന്നെ വിചാരിക്കണം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, പത്തനംതിട്ടയിൽ അച്ഛൻ എന്നോട് പറയണേ, അച്ഛാ പള്ളിയിൽ ആൾ കുറവാണ്. ഞാൻ എന്താ വെച്ചാൽ കാരണം അല്ലെ, കോവിഡെല്ലാം കഴിഞ്ഞില്ലേ, ഇപ്പോൾ ആൾക്കാർക്ക് മനസ്സിലായി ദൈവം ഇല്ലെങ്കിലും കാര്യങ്ങൾ നടക്കുമെന്ന്. അച്ഛൻ ചുമ്മാ ഒരു കമൻ്റ് അടിച്ചതാണ്. അപ്പം നമ്മളെന്താ, കുറച്ച് പേരെങ്കിലും അങ്ങനെ ഉണ്ട്. അത് എന്തോ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം പള്ളി ചില ആൾക്കാരുണ്ട്. ദൈവത്തിന് എന്ത് കാര്യമാണ് പള്ളി ചെന്ന് നടക്കാനിരിക്കണത്? ഒരു കാര്യം പഠിച്ചൊന്നും നടക്കാനില്ല. നമുക്ക് ഒരു കാര്യമേ നടക്കാനുള്ളൂ. എന്താണ്? ദൈവത്തെ കൂടിക്കൊണ്ട് പോരുക. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും ദൈവത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അതായത് നമ്മളെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളോട് പറയണ ഒരു വാക്ക്, അതായത് നമ്മുടെ ഈ ഉൽപ്പത്തി 1-ാം അധ്യായത്തിൽ 26 അതുപോലെ തന്നെ നോഹിൻ്റെ ഉൽപ്പത്തി 9:1 ഉൽപ്പത്തി 9:6 ഒക്കെ ഒരു വചനമാണ്. എന്താണ്? സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയും. അപ്പോൾ നമ്മുടെ ഭൂമി എന്തിനുള്ളതാണ്? നീ എവിടം വരെ പോയാലും, നീ ഇനി അന്റാർട്ടിക്കയിൽ പോയാലും അത് നിൻ്റെ ഭൂമിയാണ്. അവിടെ പ്രൊഫഷൻ ബേസ് നീ നാവിഗേഷൻ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് അല്ലെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ ഇപ്പോഴത്തെ കാലാവസ്ഥ ഡിഫറൻസ് വരുമ്പോൾ ഇതുപോലെ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള പഠനങ്ങൾ ശാസ്ത്രജ്ഞന്മാർ പോകുന്ന സ്ഥലമാണ് അന്റാർട്ടിക്ക. അപ്പോൾ അവിടെയാണ് നീ പോയി, അത് നിൻ്റെ ഭൂമിയാണ്. നീ ശാസ്ത്രജ്ഞയാണെങ്കിൽ അതാണ് നിൻ്റെ ഭൂമി. അവിടെ മരുന്നെല്ലാം ഞങ്ങൾക്ക് കീഴടക്കാൻ വേണ്ടിയുള്ളതാണ്. ബുദ്ധി തന്നിട്ടുണ്ട് ആദ്യമേ. അതുകൊണ്ടാണ് പറയണത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകണം. പിന്നെ എന്ത് ചെയ്യണം? നിൻ്റെ ഈ ഭൂമിയിലെ, അത് ഉൽപ്പത്തി 1:26 ഭയങ്കരമാണ്. മൃഗങ്ങളെ, പക്ഷികളെ, ആകാശത്തിലെ പക്ഷികളെ, ഭൂമിയിലെ മൃഗങ്ങളെ എല്ലാം നീ കീഴടക്കണം. എന്തിനാണ്? ഇതിനുള്ള ബുദ്ധി നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്, എല്ലാം തന്നിട്ടുണ്ട്. അപ്പം ആദ്യമേ തന്നിട്ടുണ്ട് ഇതെല്ലാം. അതുകൊണ്ടാണ് യുക്തിവാദികൾ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും അത് പറഞ്ഞ്, യുക്തിവാദികളും നിരീശ്വരന്മാരും യേശുവിനെ അറിയാത്തവരും ഒക്കെ രക്ഷപ്പെടണം. എന്തുകൊണ്ടാണ്? ഈ ജനറ്റിക് ബ്ലെസ്സിങ് ഉണ്ട്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, അച്ഛാ അങ്ങനെയാണെങ്കിൽ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ. അങ്ങനെയല്ല. മകൻ മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ എന്ന് ഈശോ ചോദിച്ചില്ലേ? മീൻ ചോദിച്ചാൽ പകരം പാമ്പിനെ തരുമോ, മുട്ട ചോദിച്ചാൽ പകരം തേളിനെ തരുമോ, അപ്പം ചോദിച്ചാൽ പകരം കല്ല് തരുമോ? മത്തായി ലുക്കാസ് വിഷയം 11:11. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തോട് ചോദിക്കുമ്പോൾ നിങ്ങളുടെ അവകാശത്തെ കർത്താവ് കക്ഷിയാകും. മനസ്സിലായില്ലേ? അവിടെയാണ് വിഷയം വരുന്നത്.
നിങ്ങളെ എന്നോട് കൂടെ ശേഖരിക്കാനാണ് നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നത്. നമുക്കെല്ലാം ശേഖരിക്കാൻ പറ്റും, പറഞ്ഞ മനസ്സിലായില്ലേ? നമുക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ തന്നെത്താൻ പഠിക്കാൻ പറ്റും, നമുക്ക് PhD എടുക്കാൻ പറ്റും, കോളേജിൽ കയറാൻ പറ്റും, ഒരു പ്രശ്നമില്ല. പക്ഷേ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു. നമ്മൾ എന്തിനാണ് ദൈവത്തോട് ചോദിക്കണത്? അല്ലാതെ തന്നെ കിട്ടും എന്നായിരുന്നിട്ട് പിന്നെ എന്തിനാണ് പ്രാർത്ഥിച്ച് വാങ്ങിക്കണത്? നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ കൂടി നമ്മളെ കക്ഷി ചേർക്കുകയാണ്. മനസ്സിലായില്ലേ? 12:31 അനുസരിച്ചാണ്. മനസ്സിലായോ കാര്യങ്ങൾ? അപ്പോൾ കക്ഷി ചേർക്കുമ്പോൾ എന്താ പറ്റണത്? ഇതിനൊരു പ്രൊട്ടക്ഷൻ കിട്ടും, സംരക്ഷണം കിട്ടും. നിങ്ങളുടെ മക്കൾ അപകടപ്പെട്ട് മരിക്കത്തില്ല. കാര്യം മക്കളുണ്ടായിട്ട് കാര്യമില്ല. അതുപോലെ വണ്ടി കടിയിൽ പോയാൽ എന്ത് ചെയ്യും? ചില മക്കളെ ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ടും അമ്മ പറഞ്ഞ് കരഞ്ഞു പോയി, മകൻ മരിച്ചതാ വിഷയം. അച്ഛാ ഞാൻ അവനോട് കാലക്കെട്ടി വീണ് എല്ലാ അച്ഛന്മാരുടെ തന്നെ കൊണ്ടുപോയി. എന്താ പരിപാടി? അവന് ഡൂക്ക് മേടിക്കേണ്ട, നീ സാധാരണ 80,000 രൂപ ബൈക്ക് മേടിക്കാൻ പറഞ്ഞു. ഡൂക്ക് മേടിക്കണമെന്നാണ് അവൻ നിർബന്ധം വെക്കണത്. അതിന് 2.25 ലക്ഷം രൂപ അന്നാകും വില. കമ്പനിക്കാർ 100 ഒരു വർഷം ഇറക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇപ്പോൾ ചെത്തുപിള്ളേർ വാങ്ങിച്ച് ഏതെങ്കിലും കോളേജിൻ്റെ വാക്കിൽ പോയി നിന്ന് പിന്നെ പിടിച്ച് തമിഴിൻ്റെ ലോറിക്ക് അടവെച്ച് ആ ചാപ്റ്റർ അങ്ങനെ ക്ലോസ് ചെയ്യും. എത്ര എണ്ണമാണ് ഡൂക്ക് മേടിച്ച് ചത്തിരിക്കണത്? അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിനാണ് മക്കളെന്ന് പറഞ്ഞ് നമുക്ക് കിട്ടിയിരിക്കണമെങ്കിൽ എങ്ങനെ പ്രയോജനപ്പെടാനാണ്? എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ, അത് ദൈവത്തിന് നിരക്കാത്ത പോക്കാണെന്ന് കണ്ടാൽ അമ്മയ്ക്ക് പറയാനുള്ള ബോധ്യമുണ്ട്. കാര്യം നിങ്ങൾക്കതിനുള്ള അധികാരമുണ്ട്. ഒരു ലൈനടി കേസ് വന്നപ്പോഴേ ആ വിശ്വാസം നമ്മുടെ വിശ്വാസത്തിലല്ല നിൽക്കുന്നതെന്ന് മനസ്സിലായി. അവരോട് പറഞ്ഞിടി അവൻ്റെ ഫോൺ നമ്പർ ഇങ്ങോട്ട് തന്നെ ഞാൻ വിളിക്കും. എടാ മകനെ, ഇത് നിൻ്റെ സുഹൃത്തെന്ന് പറഞ്ഞ് നടക്കുന്ന ആളിൻ്റെ അമ്മയാണ് ഞാൻ. നീ ഇവളെ കിട്ടത്തില്ല. കാര്യം എന്താണെന്നറിയോ? ഞാൻ ഇവളെ അൾത്താറിൽ നിന്ന് ഈശ്വരൻ്റെ അടുത്ത് മേടിച്ചതാണ്. അതാണ് അമ്മ. ആ ചാപ്റ്റർ അവിടെ വെച്ച് ക്ലോസ് ആകും. മാതാപിതാക്കന്മാർക്ക് ദൈവം നൽകിക്കുന്ന ആധ്യാത്മിക അധികാരം പ്രയോഗിക്കാൻ അവർക്ക് ആ അധികാര ധാർമ്മികത കൈവശം വന്നിട്ടില്ലെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ലോസ് യുവർ ചിൽഡ്രൻ. നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ നഷ്ടപ്പെടത്തില്ല. കൈയിട്ടിച്ച് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ചില കാര്യങ്ങൾ കർത്താവിനോട് കൂടെ ശേഖരിക്കാൻ വേണ്ടി നമ്മൾ ചില കാര്യങ്ങൾ 10 കാര്യങ്ങൾ ചോദിച്ചാൽ ചിലപ്പോൾ 6 കാര്യങ്ങൾ കിട്ടും, ചിലപ്പോൾ 4 കാര്യങ്ങൾ തരത്തില്ല. അപ്പോൾ ധൂർത്തപുത്രൻ പോലെ കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയും, നീ എന്നോട് ചോദിച്ചിട്ട് ഒരു കുഞ്ഞാടിനെ പോലും എനിക്ക് തന്നില്ലല്ലോ. അപ്പോൾ അപ്പന് വേണ്ടി ചോദിക്കാൻ വരുന്നത്, ഞാനൊന്നും കൊണ്ടുപോയിട്ടല്ല, എല്ലാം ഇവിടെ ഉണ്ട്, നീയും ഉണ്ട്, നീ ഇവിടെ നിന്ന് വിഷം കഴിച്ച് ജീവിക്കുന്നു, ഒരു കുഴപ്പമില്ല, എല്ലാം നിൻ്റെതാണ്. അതൊന്നും അപ്പൻ ചോദിച്ചില്ല. അപ്പൻ എന്താ പറഞ്ഞത്? തിരിച്ച് പറഞ്ഞത് എന്താണ്? നീ മറ്റവനെ പോലെ അല്ല, എൻ്റെ കൂടെയാണ് ശേഖരിച്ചിരിക്കുന്നത്, അല്ലേ? എൻ്റെ കൂടെയാണ് ശേഖരിക്കുന്നത്. അത് 15:31 എന്താ പറഞ്ഞത്? ലുക്കാസ് വിശേഷം 15:31, നീ എൻ്റെ കൂടെയാണ് ശേഖരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്? എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ക്ലിയർ അല്ലേ? എനിക്കുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? പിതാവായ ദൈവമാണ് അവിടുത്തെ കഥാപാത്രം. പിതാവായ ദൈവമാണ്. 15:31 ലുക്കാൻ്റെ സുവിശേഷത്തിൽ 15:31 എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണെന്ന് പറയുമ്പോൾ എനിക്കുള്ളത് എന്താ? പിതാവായ ദൈവത്തിനുള്ളത് എന്താണ്? നിത്യതയാണ്. ദൈവ പൈതലേ, നിനക്കെന്തെങ്കിലും ഞാൻ തന്നിട്ടില്ലെങ്കിൽ നിത്യത നിനക്ക് അവകാശമോഹരിയാക്കാൻ വേണ്ടി ഞാൻ വിൽപ്പത്രം എഴുതിയെന്നാണ് പറയുന്നത്. കൈയിട്ടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ബിന്ദു പത്മനാഭൻ്റെ സാക്ഷ്യമാണ് പിന്നീട് പരിശുദ്ധാത്മാവ് വ്യത്യസ്തങ്ങളായ വഴികളിലൂടെയും വചനങ്ങളിലൂടെയും നമ്മളെ കൈപിടിച്ച് നടത്തിയത്. ഞാൻ ആ സാക്ഷ്യത്തേക്ക് തിരിച്ചു വരികയാണ്. അവരുടെ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഞാൻ തിരിച്ചു വരാൻ കാരണം. അവർ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം അവരുടെ പ്രശ്നം എന്താണ്? 2 പ്രശ്നങ്ങളാണ്. 3 പ്രശ്നമുണ്ട്. മകൻ്റെ പ്രശ്നമുണ്ട്, പഠനത്തിൻ്റെ പ്രശ്നമുണ്ട്. അതെല്ലാം സെറ്റാക്കി മാതാവ്, ഒറ്റ ഉടമ്പടി സെറ്റാക്കി. പക്ഷെ അതല്ല, ഇവരുടെ മുട്ടുവേദന 7 കൊല്ലമായിട്ട് ഇത് മുട്ടുകുത്താനേ പറ്റണില്ല. അവർ പറഞ്ഞാൽ അതാണ് എൻ്റെ ശരീരത്തിൻ്റെ പ്രശ്നമെന്നാണ് പറയണത്. എനിക്ക് സമാധാനമില്ലാത്തതിൻ്റെ കാരണവും എല്ലാം ചെയ്യുമ്പോഴും ഞാൻ മുട്ടിൻ്റെ വേദന എന്നെ ഉള്ള സമാധാനം മുഴുവൻ എടുത്തുകൊണ്ട് പോകും. നമ്മൾ എന്തൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്ക് എന്തെല്ലാം സന്തോഷം കിട്ടിയാലും ശരി, മുട്ടിൻ്റെ വേദന ഓർക്കുമ്പോൾ ഉള്ള സമാധാനം അങ്ങോട്ട് പോകും. ഇതാണ് ഒരു കാര്യം. പക്ഷേ എന്നാ ചെയ്തിരിക്കണം ഇവർ ഒരു തീരുമാനം എടുത്ത മനസ്സിൽ എന്താണ്? ഒരിക്കലും കുത്താത്ത മുട്ട് കുത്തി പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുക. അതാണ് അവരുടെ ലക്ഷ്യം. എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി ടെൻസിങ് എല്ലാവരെയും തീരുമാനിച്ചില്ലേ, അതുപോലെ ഒരു തീരുമാനം എടുത്ത് ഇവർ വിശ്വാസത്തിൻ്റെ കൈയും കാലും വെച്ച രൂപമാണ്. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അവർ തീരുമാനിച്ചത്, ഞാൻ ഉടമ്പടിത്തേലും തേച്ചുകൊണ്ട് വെളുപ്പിന് 3 മണിക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലും. ആരാണിത് എടുത്തിരിക്കുന്നത്? അക്രൈസ്തവ സഹോദര തീരുമാനമാണിത്. അതാണ് വിഷയം. ക്രൈസ്തവൻ എഴുന്നേറ്റ് ഇപ്പോഴും വരുമ്പോൾ 8 മണിയാകുന്നുണ്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലാൻ വേണ്ടി. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഉടമ്പടി കുലക്കണൻ്റെ കാര്യം. കാര്യം അവർ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ 7 മണിയാവും. 7 മണിക്കുള്ള പ്രത്യക്ഷ പ്രാർത്ഥന അതുകൊണ്ട് തന്നെ കട്ടാണ്. കാര്യം ഇവിടുന്ന് തന്നിരിക്കുന്ന നിർദ്ദേശം 5:30 to 6:30 5:30 to 6:30. അപ്പം നിങ്ങളത് ലൈഫ് അതനുസരിച്ച് ക്രമീകരിക്കണം. ഉടമ്പടിയിലുള്ളത് എല്ലാവർക്കും എല്ലാം പ്രയാസമല്ല, ചിലക്ക് ചിലത് പ്രയാസമാണ്. കാര്യം അവർക്കത് യൂസ്ഡ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അവർ യൂസ്ഡ് ആകും. ഇപ്പോൾ ഇവരുടെ കളി കണ്ട
ഇവർ ഉടമ്പടി പ്രാർത്ഥന, ഉടമ്പടി തൈലം എടുത്തിട്ട്, ആ ഉടമ്പടി തൈലം നിങ്ങൾക്ക് അറിയാമല്ലോ, ഉടമ്പടി കിട്ടുന്ന തൈലം, ഉടമ്പടി ഉപ്പ്, ഉടമ്പടി കാശുരൂപം, ഉടമ്പടി നീലത്തിരി, പച്ചത്തിരി എല്ലാം വെഞ്ചരിക്കണമാകുമ്പോൾ കുർബാന ചൊല്ലും. പിന്നെ എന്ത് ചെയ്യും? എല്ലാ വിഷയവും നിങ്ങളുടെ വീട്ടിൽ പാമ്പാണ് എൻ്റെ ശല്യമാണെങ്കിലും പിശാചിൻ്റെ ശല്യമാണെങ്കിലും വേറെ എന്ത് ശല്യം അതെല്ലാം കവർ ചെയ്തേണ്ട കാസ്റ്റിംഗ് പ്രെയറാണ് ഇതിനു വേണ്ടി ചെല്ലണത്. അല്ല നിങ്ങൾ പള്ളികളിൽ നിന്നൊക്കെ പായസം മേടിച്ച് വെഞ്ചരിച്ച് കുടിച്ചോണ്ടിരിക്കുന്ന പോലെയുള്ള വെഞ്ചരിപ്പല്ല, ജനറലായിട്ടുള്ള വെഞ്ചരിപ്പല്ല. ഓരോ കാര്യങ്ങൾക്കും യേശു കർത്താവാണെന്ന് അതിരം കൊണ്ട് ഏറ്റു പറഞ്ഞു. ദൈവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചെന്ന് നമ്മൾ ഹൃദയത്തിൽ വിശ്വസിക്കുമ്പോഴാണ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നമ്മൾ മഹിമ പ്രാപിക്കുന്നത്. എല്ലാ കാര്യങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ചത്തിട്ട് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കണം മാത്രമല്ല, ഈ ജീവിതത്തിൽ വീണുപോയ എല്ലാത്തിലും നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. ഒരു കുഞ്ഞ് സാക്ഷ്യം പറഞ്ഞു എന്താ വെച്ചാൽ, ഞാൻ എൻ്റെ പഠനത്തിലെ ലീവിന് വരുമ്പോൾ, ഓണത്തിനും ഉയർപ്പിനും ഒക്കെ വരുമ്പോൾ എൻ്റെ അപ്പൻ ഓരോരോ ബസ് സ്റ്റാൻഡിൽ നിന്നുകൊണ്ടാണ് എന്നെ വിളിച്ചുകൊണ്ട് പോകണം. ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ടാണ്. എന്താണ്, ഞങ്ങൾക്ക് വീടില്ല, അതുകൊണ്ട് ഓരോരോ സ്ഥലത്ത് ഓരോ 3 മാസം കഴിയുമ്പോൾ വാടക മാറിക്കൊണ്ടിരിക്കും. 11 മാസത്തിനായി എഴുതണമെങ്കിലും വാടക കൊടുക്കാൻ പറ്റാത്ത കാരണം അവർ ഓടിച്ചു തരും. അതാണ് പ്രശ്നം, അതാണ് വിഷയം. അങ്ങനെ മാറണത്. ആ ചിത്തി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഒരു 10-20 വയസ്സുള്ള പെൺകുട്ടിയുടെ അപ്പൻ ഇങ്ങനെ വീട് മാറും, ഒരു 4 പ്രാവശ്യം ഇങ്ങനെ വീട് പൈസ കൊടുക്കാനില്ലാത്തത് കൊണ്ട് വാടക മാറണമെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ മാനസിക ആഘാതം എന്തായിരിക്കും? അവളെന്താ ചെയ്യുക? അവളൊന്നും ചെയ്തിട്ടില്ല, ഉടമ്പടി ചെയ്തു. അമ്മേ ഇതാണ് സിറ്റുവേഷൻ, ഇതാണ്. എന്നെ ഓരോ ബസ് സ്റ്റോപ്പിൽ വെച്ചാണ് അപ്പൻ ഓണത്തിന് വിളിക്കുന്ന ബസ് സ്റ്റോപ്പിലല്ല, ഈസ്റ്ററിന് വിളിക്കണത്. ഈസ്റ്ററിന് വിളിക്കുന്ന ബസ് സ്റ്റോപ്പിലല്ല എന്നെ ക്രിസ്മസിന് വിളിക്കണത്. എങ്ങനെ ജീവിക്കുമെന്നാണ് അവൾ ചോദിക്കണത്. എങ്ങനെ ജീവിക്കുമെന്ന് അമ്മ നിന്നോട് പറഞ്ഞു തരും. എങ്ങനെ നിന്നെ ജീവിപ്പിക്കാൻ അമ്മ എന്ത് ചെയ്യുമെന്ന് ഉടമ്പടി ചെയ്യുമ്പോൾ നീ വിശ്വാസിയാണെങ്കിൽ നീ അത് കണ്ടെത്തിക്കൊള്ളും. അവളെന്നാ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ക്യാമ്പസായി. ഒരു ക്യാമ്പസ് കൊടുത്ത അമ്മ ക്യാമ്പസിൻ്റെ അകത്ത് സെലക്റ്റഡായി. എന്ത് ബേസിസ് സെലക്റ്റഡായി? അതായത് ഞാൻ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിനക്ക് ഇത്രയും മക്കളുള്ളൂ, ഇതിനേക്കാൾ വലിയ മക്കൾ നിനക്കില്ലേ എന്ന് പണ്ട് ജെസ്സയോട് ചോദിച്ചില്ലേ? ആര്? സാമുവേൽ പ്രവാചകൻ ചോദിച്ചില്ലേ? അപ്പോൾ പറയും, എൻ്റെ നല്ല കോമളന്മാരായ മക്കളെല്ലാം തീർന്ന്, ഇനി ഒരുത്തനുണ്ട്, അവനെ ഞങ്ങളെ യുമ്മയുടെ കൂട്ടത്തിൽ കൊള്ളാൻ പറ്റാത്ത കാരണം ആടിനും കൊടുത്ത് ചപ്പാത്തിയും കൊടുത്ത് ഉള്ളിയും കൊടുത്ത് വിട്ടിരിക്കുകയാണ്, രാവിലെ വിട്ടിരിക്കുകയാണ്. യവൻ ഇവിടെ നിൽക്കുന്നത് തന്നെ ഇയാൾക്ക് ജെസ്സയ്ക്ക് ബുദ്ധിമുട്ടാണ്. എന്താ കാര്യം? ഈ ജെസ്സയുടെ മകൻ എല്ലാം കോമളന്മാരും മസിലുള്ളവരും നല്ല പവിഴ നിറമുള്ളവരും ആരോഗ്യ ദൃഢഗാത്രമൊക്കെയാണ്. അപ്പോൾ ഇവരെ എല്ലാം ഇവരെ നോക്കിയിട്ടൊന്ന് സാമുവേൽ പറഞ്ഞു, ഇവനല്ല, ഹീസ് നോട്ട് അവനല്ലെന്ന് പറയും. ഇത്രയേ ഉള്ളൂ എന്ന് പറയും. ഒരുത്തൻ ആട് വയ്ക്കാൻ പോയിട്ടുണ്ട്, അവൻ വരണവരെ ഞാൻ ഊണിരിക്കത്തില്ലെന്ന് പറയും. ആര് പറയും? സാമുവേൽ പറയും. അവൻ വരുമ്പോൾ കർത്താവ് പറയും, ഇവനാണവൻ. എൻ്റെ മക്കളെ ആര് തിരഞ്ഞെടുക്കായാലും കർത്താവ് തിരഞ്ഞെടുത്താൽ മറ്റു തിരഞ്ഞെടുപ്പുകളെല്ലാം സോഹ. ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്. കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പാണ് ഉടമ്പടിയോട് നിങ്ങൾക്ക് ലഭിക്കണം. കൈയടിച്ച് കർത്താവ് സ്വരല്ലേ. എൻ്റെ പൊന്നുമക്കളെ, സത്യമായിട്ട് ഇതിനകത്തുള്ള കളി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പ് തന്നെയാണ്. കർത്താവ് നിന്നെ തിരഞ്ഞെടുക്കണം. വാട്ട് എവർ മേ ബി യുവർ കണ്ടീഷൻ, അതൊന്നും ഉടമ്പടിയിൽ വിഷയമല്ല. ആരോഗ്യമോ നിൻ്റെ സൗന്ദര്യമോ നിൻ്റെ കപ്പാസിറ്റിയോ ഒന്നും ഒരു വിഷയമല്ല. നിൻ്റെ ഏറ്റവും കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്താണ്? കർത്താവാണ് നിൻ്റെ കപ്പാസിറ്റി. അത് ആദ്യം പറഞ്ഞത് ആരാണ്? ദ ലോർഡ് ഗോഡ് ഈസ് മൈ പോർഷൻ ആൻഡ് കപ്പ്. ആരാ പറഞ്ഞത്? എൻ്റെ ഓഹരി എൻ്റെ അപ്പൻ ജെസ്സ ഉണ്ടാക്കിയതല്ല, എൻ്റെ ഓഹരി എൻ്റെ കർത്താവാണെന്ന് ദാവീദ് പറഞ്ഞതാണ്. ശ്രദ്ധിക്കട്ടെ. അപ്പോൾ ഏറ്റവും വലിയ കപ്പാസിറ്റി എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്. അപ്പോൾ നീ നിൻ്റെ മെരിറ്റിൽ അത് കുറഞ്ഞു പോയെന്ന് ഓർത്തുകൊണ്ട് വിഷമിക്കേണ്ട. ഇവളെ പെട്ടെന്ന് മാതാവ് പ്രൊമോട്ട് ചെയ്തു ക്യാമ്പസ് ഇൻ്റർവ്യൂവിൽ. ക്യാമ്പസ് ഇൻ്റർവ്യൂ എടുത്ത് ഞാൻ മര്യാദക്കുള്ള ജോലിയാണ് കിട്ടിയിരിക്കണത്, അല്ലാതെ അവർ 24,000 രൂപയുടെ സാധാരണ ടെമ്പററി പോസ്റ്റ് അല്ല. അവളെ പെർമനൻ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ട് നല്ല ശമ്പളത്തിൽ നിയോഗിച്ച് പഠിത്തം കഴിച്ചിട്ട് നേരെ കയറി. ഇപ്പോൾ എന്താ സംഭവിച്ചെന്ന്, 6 മാസത്തിനുള്ളിൽ ലോൺ എടുത്ത് സ്ഥലം മേടിച്ച് വീട് വെച്ചു. എല്ലാം കൂടി 8 മാസമേ ഉള്ളൂ. നിൻ്റെ അനുഗ്രഹം നിൻ്റെ കയ്യെത്തും ദൂരത്താണ്. പറഞ്ഞേ, എൻ്റെ അനുഗ്രഹം പരിശുദ്ധ അമ്മയിൽ എൻ്റെ കയ്യെത്തും ദൂരത്തായിരിക്കുന്നു. എൻ്റെ അനുഗ്രഹം എൻ്റെ കയ്യെത്തും ദൂരത്താണ്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ.